വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ 2 ദിവസം മുമ്പ് ബിജേട്ടൻ ഒരു പോയിന്റിൽ ഒരു അനാലിസിസ് ചെയ്തിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ റഷ്യയിൽ നിന്നൊരു കപ്പൽ വരുന്നു. ആ കപ്പൽ ആക്ച്വലി അറ്റ്ലാന്റിസിലോട്ടാണ് പുറപ്പെട്ടതെങ്കിലും ആ റഷ്യൻ കപ്പൽ ക്യൂബൻ തീരത്തേക്കാണ് വരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. ഈ ക്യൂബൻ തീരത്തേക്ക് ഒരു കപ്പലും അങ്ങനെ വരാറില്ല, കാരണം അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെയാണ് റഷ്യ വളരെ ധൈര്യപൂർവ്വം ക്യൂബയിലേക്ക് തങ്ങളുടെ ഒരു കപ്പൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ കപ്പലിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കപ്പലിനകത്ത് റഷ്യൻ എണ്ണയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എന്തിനാണ് ഈ റഷ്യൻ കപ്പൽ അവിടേക്ക് അടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമാനുഷികമായിട്ടുള്ള സഹായമാണ് എന്നാണ് റഷ്യ പറഞ്ഞത്. പക്ഷെ ക്യൂബയോട് ആരും അങ്ങനെ വ്യാപാര ബന്ധം പുലർത്താറില്ല, കാരണം ഇത്തരത്തിൽ വ്യാപാര ബന്ധം പുലർത്താറില്ല. ക്യൂബയ്ക്ക് അമേരിക്കയുടെ വലിയ ഉപരോധമുണ്ട്. അമേരിക്ക അടുത്ത ലക്ഷ്യമിട്ടിരിക്കുന്നത് ക്യൂബയാണ്. ക്യൂബയെ ആക്രമിക്കാനാണ് അമേരിക്ക ലക്ഷ്യമിട്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ റഷ്യൻ കപ്പൽ അങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതായിരുന്നു ആ വാർത്തയുടെ ക്രക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, റഷ്യയുടെ കപ്പൽ ആക്രമിക്കാൻ ആരും തുനിയില്ല. നമ്മൾ ഇറാന്റെ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം കൊടുത്ത വാർത്ത എന്ന് പറയുന്നത് റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ്, ഈ പേര് മാറ്റിയിട്ടുള്ള ഷാഡോ ഫ്ലീറ്റ് ഒരു കപ്പൽ പോവുകയായിരുന്നു. ആ കപ്പലിനെ ആക്രമിക്കാൻ 2-3 ബോട്ടുകൾ അടുത്തപ്പോൾ റഷ്യയുടെ പതാക ആ കപ്പലിന്റെ മുകളിൽ ഉയർത്തി കാണിച്ചു. ഉടനെ തന്നെ അവർ ഭയന്ന് പിന്മാറി എന്നുള്ളതായിരുന്നു ആ വാർത്ത, എല്ലാവർക്കും അറിയാം. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കൊടുത്തിരുന്നു. റഷ്യയിൽ നിന്ന് പുറപ്പെട്ട തുർക്കിയുടെ ഒരു കപ്പൽ, അത് റഷ്യൻ കപ്പലല്ല, തുർക്കിയുടെ ഒരു കപ്പൽ ഒരു നിഗൂഢ ഡ്രോൺ ആക്രമണം നടത്തി. തുർക്കിയുടെ ഏറ്റവും വലിയ കപ്പലായിരുന്നു, അത് മുക്കിക്കളഞ്ഞു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നില്ല. പക്ഷെ റഷ്യക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല, കാരണം തുർക്കിയാണ് ആ കപ്പലിന്റെ സകലവിധ സുരക്ഷാ കാര്യങ്ങളും നോക്കുന്നത്. റഷ്യയുടെ കപ്പലല്ല. റഷ്യയിൽ നിന്ന് എണ്ണ നിറച്ച് തുർക്കി തിരിച്ചു പോവുകയായിരുന്നു. നിഗൂഢമായിട്ടുള്ള ഡ്രോൺ ആക്രമണമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ റഷ്യയുടെ ഈ കപ്പൽ നമ്മുടെ ഈ അമേരിക്കയുടെ സകല നോംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം തന്നെ ഭേദിച്ചുകൊണ്ട് അറ്റ്ലാന്റിസിലേക്ക് എന്ന് പറഞ്ഞ് ക്യൂബയിലേക്ക് അടുത്ത് വരുമ്പോൾ അമേരിക്ക എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അമേരിക്ക കപ്പലിനെ ആക്രമിക്കാൻ തയ്യാറാകുമോ? അമേരിക്ക റഷ്യക്ക് ഇപ്പോ ഇന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത റഷ്യയുടെ ഒരു വളർച്ചയാണ്. കാരണം ഈ ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിൽ റഷ്യ വളരെ വലിയ വളർച്ച കൈവരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുന്നു റഷ്യ. ഈ റഷ്യ യുക്രൈൻ യുദ്ധം നടത്തിയപ്പോൾ ഇന്ത്യയായിരുന്നു റഷ്യക്ക് തുണയായിട്ട് നിന്നത്. റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുക, എണ്ണ മേടിക്കുക, അങ്ങനെ റഷ്യക്ക് സാമ്പത്തിക ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ നിന്നും ഉണ്ടായിരുന്നു. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും ഗുണകരമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല സിറ്റുവേഷൻ എന്ന് പറയുന്നത്. റഷ്യ അഭിവൃദ്ധി. അപ്പൊ ട്രംപ് ഇത് ഉറ്റുനോക്കുകയാണ്. ട്രംപിന് വരാൻ വഴിയില്ല, കാരണം റഷ്യക്കുള്ള ഉപരോധവും എടുത്തു മാറ്റി കഴിഞ്ഞു. ഇനി റഷ്യ എണ്ണ കൊടുക്കില്ല. ഇപ്പൊ പുടിൻ പറഞ്ഞിട്ടുണ്ട് 2-3 ദിവസത്തിനകം ഇനി ആർക്കും എണ്ണ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പുടിൻ അറിഞ്ഞു കളിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതുകൂടെ വരുമ്പോൾ ട്രംപ് മുറിവു എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ റഷ്യ അറിഞ്ഞു കളിക്കാനായി ക്യൂബയുടെ അടുത്തേക്ക് കപ്പൽ കൊണ്ട് അടുപ്പിക്കുകയാണ്. അന്ന് നമ്മൾ കൊടുത്ത വാർത്ത കപ്പൽ വരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ക്യൂബൻ തീരത്തിന്റെ 1 മൈൽ അകലെ ആ കപ്പൽ നിൽക്കുകയാണ്. അമേരിക്ക വെനസ്വേലയിലൊക്കെ ഇറങ്ങി മഡൂറോയൊക്കെ പിടിച്ചുകൊണ്ട് പോയതുപോലെ പടക്കപ്പൽ കൊണ്ട് നിരത്തി റഷ്യൻ കപ്പലിനെ തകർക്കാനുള്ള നീക്കം നടത്തുമോ? അല്ലെങ്കിൽ അമേരിക്ക പത്തിമടക്കി വാലും ചുരുട്ടി റഷ്യക്ക് മുന്നിൽ ഭയന്ന് പിന്മാറുമോ? ഇതാണ് ചോദ്യം. ഈ വാർത്ത 2 ദിവസം മുമ്പ് നമ്മളിത് നൽകുമ്പോൾ നമ്മളന്ന് പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു, ഇതിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻസും പ്രേക്ഷകർക്ക് ഞങ്ങൾ നൽകും. കാരണം അത് ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലായിരുന്നു. ഒരു കപ്പലല്ല വരുന്നത്. ഈ 7,30,000 ബാരൽ ക്രൂഡ് ഓയിലുമായിട്ട് വരുന്ന ഒരു എണ്ണ ടാങ്കർ. ആ എണ്ണ ടാങ്കറിന് അകമ്പടി സേവിച്ചുകൊണ്ട് റഷ്യ ഒരു പടക്കപ്പൽ കൂടി അയച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ലോകത്തിന് മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ജനുവരി മാസം മുതൽ ക്യൂബയ്ക്ക് എതിരെ കടുത്ത ഉപരോധമാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്യൂബയിലേക്ക് ഒരു ഇറക്കുമതി അനുവദിക്കില്ല. ക്യൂബയുടെ ജലാശയത്തിൽ ഏതെങ്കിലും ടാങ്കറുണ്ട് അതിനെ വഴിതിരിച്ച് വിടാൻ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട്. അവരെ വേറെ റൂട്ട് മാറ്റി വിടാനും മറ്റൊക്കെ തടഞ്ഞിട്ടുണ്ട്. US മറൈൻ കോസ്റ്റ് ഗാർഡുകളാണ് അവിടെ തമ്പടിച്ചിരിക്കുന്നതുമൊക്കെ ഈ ക്യൂബയ്ക്ക് ചുറ്റും. കാരണം ട്രംപ് വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. ഇറാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഞങ്ങൾ ക്യൂബയാണ്. ക്യൂബ നമുക്ക് നിമിഷ നേരം കൊണ്ട് തീർക്കാനുള്ളതേ ഉള്ളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുമൊക്കെയാണ്. സംഭവമൊക്കെ ശരിയാണ്. ഏതായാലും ഇപ്പോഴത്തെ കപ്പലിന്റെ ട്രാക്കിംഗ് ഡേറ്റ പ്രകാരം ഈ കപ്പൽ മറ്റാൻസസ് എന്ന് പറയുന്ന ക്യൂബയുടെ തുറമുഖത്തിന് 1 മൈൽ അകലെയാണ്. ഇപ്പോഴത്തെ അതിന്റെ സ്പീഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഇന്ന് രാത്രിയോടുകൂടി ആ കപ്പല് ഈ പറയുന്ന ക്യൂബയുടെ തുറമുഖത്ത് എത്തും. ഇതായിരുന്നു വലിയൊരു ടെൻഷൻസ്. 1 മൈൽ അകലെ എന്ന് പറയുമ്പോൾ ക്യൂബയുടെ ജലാശയത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ, അമേരിക്കയുടെ കോസ്റ്റ് ഗാർഡ് ഈ കപ്പലിനെ തടഞ്ഞില്ല. കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ കപ്പലിനെ തടയേണ്ട ആവശ്യമില്ല. നിലവിൽ റഷ്യക്ക് ഉപരോധമില്ലല്ലോ, അവരുടെ ഉപരോധം 30 ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ കപ്പലിനെ ഇപ്പോൾ തടയേണ്ടത് ആവശ്യമില്ല എന്നാണ്
ഇപ്പോൾ അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് ഈ ഉദ്യോഗസ്ഥന്മാർ ഇത് പറയുമ്പോഴും ആശങ്ക ലോകത്തിന് ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ട്രംപാണ് ഒരു സൈഡിൽ ഇരിക്കുന്നത്. ഇനി ട്രംപ് കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ കപ്പലിനെ എണ്ണ ഇറക്കാൻ അനുവദിക്കുകയോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം ഇതായാലും ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഇതേ സമാന കാഴ്ചകൾ കണ്ടിട്ടുള്ളത്. നമ്മൾ രണ്ടുപേരും ഇതേപോലെ മറ്റൊരു കപ്പലിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. മുമ്പ് മറ്റൊരു റഷ്യയുടെ കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തു, പുകച്ചു, തകർത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്ത വന്നിരുന്നു. ആ വാർത്ത നമ്മൾ ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെ അതിന്റെ ഫോളോ അപ്പും ചെയ്തിരുന്നു. ഒന്നും സംഭവിച്ചില്ല. അതിനകത്തുണ്ടായിരുന്ന ഇന്ത്യക്കാരടക്കമുള്ള റഷ്യക്കാരും ഇന്ത്യക്കാരും അടക്കമുള്ള കപ്പൽ ജീവനക്കാരെല്ലാം നിരുപാധികം വിട്ടയക്കുകയും കപ്പൽ വിട്ടയക്കുകയും കൂടാണ് ചെയ്തത്. ധനുഷ് നേരത്തെ സൂചിപ്പിച്ച ആ റഷ്യൻ പതാകയുള്ള കപ്പലിന്റെ കഥയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, അമേരിക്കയ്ക്ക് ഏതായാലും റഷ്യയോട് മുട്ടാൻ ഇപ്പൊ തൽക്കാലം പ്ലാനില്ല. കാരണം ഇറാനോട് മുട്ടിയ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല, മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ റഷ്യയെ കൂടെ വലിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നൊരു പിടിയുമില്ല. ഇതിനിടയിലാണ് വ്ളാഡിമിർ പുടിന്റെ ബുദ്ധിപൂർവമായ ഒരു നീക്കം. ഈ അടുത്ത മാസം ആദ്യം, ഏപ്രിൽ മാസം ആദ്യത്തോടുകൂടി തങ്ങൾ ഇനി ആർക്കും എണ്ണ കൊടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് രണ്ട് കാര്യങ്ങളുണ്ട്. നേട്ടമുണ്ടാക്കുക എന്നത് മാത്രമല്ല, അവിടെ ഈ ഉക്രൈൻ വ്യാപകമായി തന്നെ റഷ്യയുടെ റിഫൈനറികൾ തകർക്കുന്നുണ്ട്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം അനവധി റിഫൈനറികളും അതുപോലെ തന്നെ റഷ്യ എണ്ണ കയറ്റുമതി ചെയ്യുന്ന തുറമുഖമൊക്കെ ആക്രമിച്ച് ഡാമേജ് വരുത്തിയിട്ടുണ്ട് ഉക്രൈൻ. അപ്പോൾ അതിനെ തടയിടുക, ഒപ്പം തന്നെ ലോകത്ത് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുക. ഇപ്പോൾ റഷ്യക്ക് അമേരിക്ക അനുവദിച്ചിരിക്കുന്ന 30 ദിവസത്തെ ഉപരോധ ഇളവാണ്. 30 ദിവസത്തെ ഉപരോധ ഇളവ് കൊണ്ട് ട്രംപിന് പുട്ടിനൊന്നും ആകില്ല. കാരണം ഈ ഏപ്രിൽ 11 തീയതി ആകുമ്പോൾ ഈ ഉപരോധം തീരുകയാണ്. ആ ഉപരോധത്തിന്റെ ഇളവ് തീരുകയാണ്. വീണ്ടും ഉപരോധം തുടങ്ങും. അപ്പോൾ അത്രയും ദിവസത്തേക്ക് എണ്ണ പിന്നെ ബാക്കി വിൽക്കാൻ പറ്റില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. അപ്പൊ ആ ഉപരോധത്തിന്റെ ഇളവ് നീട്ടുക, അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അതായത് ഉപരോധം എടുത്തു കളയുക എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്. രണ്ട്, ഉക്രൈന്റെ ഈ റിഫൈനറികൾക്ക് നേരെയുള്ള ആക്രമണം അതിനെ തടയിടുക. അതായത് അമേരിക്ക ഉക്രൈനോട് പറയണം അവരുടെ റിഫൈനറികൾ അടിക്കരുതെന്ന് പറയണം. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോകത്ത് റഷ്യ കൂടി ഈ എണ്ണ കച്ചവടം നിർത്തി വെച്ച് കഴിഞ്ഞാൽ ലോകം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഇപ്പോൾ തന്നെ ബാരലിന് $115 എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി നമ്മൾ ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് റഷ്യയുമായി ഒരു ഉടക്കിന് പോവുകയല്ല, പകരം സമന്വയത്തിന്റെ പാത സ്വീകരിച്ചുകൊണ്ട് റഷ്യയെ മാക്സിമം പ്രകോപിപ്പിക്കാതെ മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ സ്വീകരിച്ചിരുന്ന കാര്യം. അദ്ദേഹത്തിന്റെ ഈ ഭരണ കാലയളവിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇതുവരെ സ്വീകരിച്ചിരുന്ന കാര്യം. ചില സമയങ്ങളിലൊക്കെ അമേരിക്കയിലുള്ളവർ തന്നെ പറഞ്ഞു തുടങ്ങിയിരുന്നു റഷ്യയുടെ ചാരനാണ് ഈ ട്രംപ് എന്ന് പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. റഷ്യയോട് വളരെ അടുത്ത് നിൽക്കുന്ന, പുടിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ക്യൂബയിലേക്കുള്ള അവരുടെ 7,30,000 ബാരൽ. ഇത് ക്യൂബയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം ക്യൂബയിലെ ആശുപത്രികളെല്ലാം അടച്ചുപൂട്ടി, ഓപ്പറേഷൻ എല്ലാം മാറ്റിവെച്ചു. അവിടെ സ്കൂളും കോളേജും ഒക്കെ തുറന്നിട്ട് ഒരുപാട് ദിവസങ്ങളായി. ജനം പട്ടിണിയിലാണ്. അങ്ങനെ പൊതുവെ സാമ്പത്തികമായി തകർന്ന ഒരു രാജ്യമാണ് ക്യൂബ. അവിടെ ഇതും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ അവർക്ക് ഒരു തരി പോലും മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാനുഷിക പരിഗണന എന്ന നിലയിലാണ് റഷ്യ എത്തിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. റഷ്യ, ധനുഷ് പറഞ്ഞതൊരു കാര്യം ശരിയാണ്. റഷ്യ നേട്ടമുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, റഷ്യ വീണ്ടും അവരുടെ കരുത്തറിയുകയാണ് ഈ കളത്തിൽ. നമുക്കറിയാം, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യുദ്ധ കാലഘട്ടമായിരുന്നു, ശീതസമര കാലഘട്ടമായിരുന്നു. അതിനുശേഷം പിന്നീട് അമേരിക്കയുടെ ഒരു അപ്രമാദിത്വമാണ് നമ്മൾ എല്ലായിടത്തും കണ്ടത്. പക്ഷേ ലോകം 2 ചേരി ആയിരുന്നിടത്തു നിന്ന് വീണ്ടും 1 ചേരിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം വന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം റഷ്യ സാമ്പത്തികമായി തകർന്നത്. റഷ്യക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന പോളണ്ടുമായിട്ടും ഇല്ലെങ്കിൽ ഉക്രൈനുമായിട്ടും ഒക്കെ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ഉരസലുകൾ, ഇതെല്ലാം അവരെ പിന്നോട്ട് അടുപ്പിച്ചിരുന്നു. പക്ഷെ ഈ ഒരു സാഹചര്യം പുടിൻ നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു വലിയ വഴി തന്നെയാണ്. കാരണം നമ്മൾ കണ്ടതാണ്, വെനിസുലയില് മഡൂറോയെ പിടിച്ചുകൊണ്ട് പോയപ്പോഴും പുടിൻ പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ മഡൂറോയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നതിൽ കവിഞ്ഞ് വെനിസുലയുമായിട്ട് അവർക്ക് സൈനിക സഹകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇറാനുമായിട്ട് അവർക്ക് സൈനിക സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാനെ അവർ വലിയ രീതിയിൽ ബാക്ക് ചെയ്യുന്നുണ്ട്. ഇറാനെ റഷ്യയും ചൈനയും ബാക്ക് ചെയ്തില്ലെങ്കിൽ ഇറാൻ ഇത്ര തരത്തിലുള്ള അടി അമേരിക്കയ്ക്ക് കൊടുക്കാനും കഴിയില്ല. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇവിടെയാണ് അവരുടെ ഏറ്റവും അടുത്ത കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ക്യൂബ. ആ ക്യൂബയിൽ ഒരു പ്രതിസന്ധി വന്നപ്പോഴത്തേക്കും അവിടെ റഷ്യ എത്തുന്നു. ഇന്ത്യയിലേക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോഴേക്ക് ചൈനയിലേക്ക് പോയിക്കൊണ്ടിരുന്ന എണ്ണ ടാങ്കറുകൾ പോലും തിരിച്ചുവിട്ടുകൊണ്ട് ഇന്ത്യക്ക് രക്ഷയായിട്ട് ഇവിടെ എത്തുന്നു. അങ്ങനെ പുടിൻ വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് തങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ച് താൻ തന്നെയാണ് അജയൻ എന്ന് വരുത്തി തീർക്കുന്ന ഒരു കാര്യം. അതായത് ഒരു വശത്ത് ട്രംപ് കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ ഈ ഇറാൻ യുദ്ധത്തിൽ ട്രംപ് ഒന്ന് കിതയ്ക്കുമ്പോൾ അവിടെ ഹീറോയായി മാറുന്ന ഒരു നീക്കമാണ് പുടിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് എന്നാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത്. ഇപ്പൊ പുടിൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന കാര്യം ഇത് തന്നെ ആയിരിക്കണം. ഈ ഉപരോധത്തിലെ ഇളവ് നീട്ടിയെടുക്കുക, ഒരു 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ. കാരണം യുദ്ധം നിലവിലത്തെ സാഹചര്യത്തിൽ ഉടനെ തീരുന്ന ലക്ഷണമില്ല. ഈ 30 ദിവസത്തെ ഇളവ് കൊണ്ട് നമ്മുടെ രാജ്യം പോലും പ്രതിസന്ധിയിലായിപ്പോകും. എന്നാൽ
30 ദിവസത്തെ എണ്ണ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ വേണം ഇപ്പോൾ ക്യൂബയിലേക്ക് വന്ന റഷ്യൻ ടാങ്കറിന് തടയാതെ അവരെ പോകാൻ അനുവദിച്ചുകൊണ്ട് ക്യൂബയിലേക്ക് എണ്ണ ഇറക്കാൻ ചെയ്തെടുത്തിരിക്കുന്ന തീരുമാനം.